പിന്നെ ചെറിയൊരു കാര്യം ചോദിക്കാനായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സുഹൃത്തുക്കൾ വണ്ടിയായി കൊണ്ടുവരുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോ കണ്ടിട്ട് എന്നെ എന്താ ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതിൽ. ആദ്യം സത്യം പറഞ്ഞ ഒരു 3-4 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കോളിങ് മാത്രമേ നടക്കുന്നുള്ളായിരുന്നു. അതിനുശേഷം പിന്നെ വിളിക്കുന്നവരടുത്ത് ഞാൻ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇതേപോലെയാണ് വർക്ക്ഷോപ്പിലെ വർക്കുണ്ട്, എൻ്റെ നമ്പർ ഇതാണ്, വൈകിട്ട് ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, എന്തായാലും ആര് എവിടെ നിന്നല്ലേ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെ നിന്നാണെങ്കിലും വണ്ടി പാർസൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുക. എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ. ഇപ്പം മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, പിന്നെ എനിക്ക് ചെന്നൈയിൽ നിന്നൊരു വണ്ടി ട്രെയിനിൽ കൊണ്ടുപോകും, തമ്പാനൂർ കയറ്റി വിട്ട് ഞാൻ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യണത്. ഓക്കെ, കേരളത്തിന് പുറത്തല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിന് പുറത്താണെങ്കിൽ എന്തായാലും അല്ലേ അവർ കയറ്റി വിട്ടാൽ മതി. അല്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഴിഞ്ഞം കരുനാഗപ്പള്ളി സൈഡിലൊക്കെ പോയി വണ്ടി എടുത്തായിരുന്നു. പക്ഷേ പിക്കപ്പിലാണ് പോയി കൊണ്ടുവന്നത്. അപ്പം പലരും വിളിച്ചിട്ട് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട്, വീട്ടിലെ ആളില്ല, വൈഫ്, അങ്ങനെ ലേഡീസ് മാത്രമേ ഉള്ളൂ, വണ്ടി എടുക്കാൻ പറ്റൂ, കൊണ്ടുവരാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, അതായത് ഞായറാഴ്ച ദിവസം മാത്രമേ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി ദിവസം വർക്കുണ്ട്, കടയിൽ അങ്ങനെ ഒരുപാട് സ്റ്റാഫൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ പോകണം. ആ സമയത്ത് ഞായറാഴ്ച പോയിട്ട് ഒരു 10-20 കിലോമീറ്റർ അകത്തുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരും. അല്ലാതെ ഇതിപ്പോൾ നല്ല ദൂരത്തിരിക്കണതാണെങ്കിൽ പ്രത്യേകിച്ച് ഓടാതിരിക്കുന്ന വണ്ടിയാണ്, കൊണ്ടുവന്നിട്ട് വഴിയിലൊക്കെ ആയിപ്പോയാൽ പിന്നെ പാടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ NH റോഡിൻ്റെ കാര്യമൊക്കെ അറിയാലോ, ബ്ലോക്കും പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിക്കപ്പിൽ പോയി വണ്ടി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ വിളിക്കുന്നവർ എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരണോ? നമുക്കതിന് പൈസയൊന്നും വേണ്ട, പിക്കപ്പിന്റെ ചാർജ് മാത്രം നമ്മളൊന്ന് വണ്ടി എടുത്തോളൂ, അത്രേ ഉള്ളൂ. നമ്മളുടെ എന്തായാലും ഇതിന്റെ വണ്ടി റെഡിയാക്കി തരുന്നതിന്റെ കാശ് മാത്രം, അത് മാത്രമേ ആവശ്യമുള്ളൂ.